അതുപോലെ ഈ കണ്ണി കണ്ട കടലിൽ പോയി മീൻ പിടിക്കണവരൊക്കെ കൊണ്ടുവന്ന് എന്റെ ഉമ്മയുടെയും മാപ്പയുടെ ഒപ്പിരുത്തി ഞാൻ നോമ്പ് ഉറപ്പിക്കണം. കണ്ണി കണ്ടോരാ, അവൻ എന്റെ കൂടപ്പിറപ്പാ, എന്റെ കൂടപ്പിറപ്പ്. ഇക്ക എന്നോട് ഒരു വാക്ക് പറഞ്ഞു അവരെ വിളിക്കുന്നതിന് മുമ്പ്. അല്ല, ഇനി പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ സമ്മതിക്കില്ല. അയ്യപ്പാ, അവൻ കേൾക്കും. കേട്ടോട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്നോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ അവരെ വിളിച്ചു വരുത്തിയത്, അല്ലല്ലോ? എന്തിനാണ് നോമ്പറക്കാനാ? ഇന്ന് പോണോ? പിന്നെ ഒരു ദിവസം പോയപ്പോ വാപ്പിനെ കെട്ടി പിടിക്കണ്ട. വാപ്പിനെ നല്ല മീൻ്റെ പണമുണ്ട്, മോൻ കുളിച്ചതല്ലേ. ആ പോവാട്ടാ. റായിലാ, മോനിക്കാളെ വീട്ടിൽ നോമ്പറക്കാൻ പോണോ? നീ റെഡി ആയിക്കോ, നമുക്ക് പോയിട്ട് വരാം. എന്നാ നീ വരണ്ട, ഞാനും മോനും കൂടി പോയിക്കോളാം. നീ കുളിക്കാൻ വെള്ളം എടുത്ത് വെച്ചേ. പെഞ്ചെന്ന് റെഡിയോ? നീ കുളിക്കാൻ വെള്ളം എടുത്ത് വെക്കറായില്ല. രാവട്ടെ. ഇവിടെ പണിയൊക്കെ എങ്ങനെയുണ്ട്? പണി വളരെ മോശം നിൽക്കാം, ഒരു രക്ഷയില്ല. കടലിൽ കരിഞ്ഞു നോക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കട്ടാ. ആ പാത്തൂസേ, ക്ലാസ്സിൽ പോക്കില്ലേ? ഷൈന, ഓ എല്ലാം സെറ്റായാ? മുറിച്ചോണ്ടിരിക്കണം. എന്താ മോളെ ഇതൊക്കെ തുറന്നു വെച്ചേക്കുന്നു? എനിക്കാകെ 2 കയ്യല്ലേ ഉള്ളൂ. നിങ്ങക്കത് മൂടി വെച്ചൂടെ? അല്ല, നിങ്ങൾ കുഴിമന്തി ഓർഡർ ചെയ്താ? ആ, കുഴിമന്തി കൊണ്ടുവരും. ബാങ്ക് കൊടുക്കാണ്ട് കഴിക്കല്ലേട്ടാ. പിന്നെ ഞാനൊരു ഹാഫും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടാ. ആർക്ക്? അതിന് ജീവൻ മോനും വന്നിട്ടുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നെ ജീവനെ മോനെ വിളിച്ചാര്? അതാ കൊച്ചവിടെ കിടന്ന് വെള്ളം കൊടുത്തിട്ട് അവൻ കൊണ്ടുവന്നാണ് മൂത്താപ്പാടെ വീട്ടിൽ നോമ്പ് തുറക്കണമെന്നും പറഞ്ഞു. എന്നും പറഞ്ഞ് ഞാനിവിടെ നിന്ന് എന്റെ വീട്ടുകാരെയാണ് വിളിച്ചു വരുത്തിയേക്കണത്. ഉപ്പയും ഉമ്മ അനിയത്തിക്കും വേണ്ടിയാണ് ഞാനിവിടെ നോമ്പ് തുറക്കാൻ തീരുമാനിച്ചത്, അല്ലാതെ നിങ്ങളുടെ അനിയനും മോനും വിളമ്പാനൊന്നുമല്ല. മോളെ എല്ലാവരും നോമ്പ് തുറക്കണേക്ക് അവര് 2 ആളല്ലേ ഉള്ളൂ. എനിക്ക് പറ്റില്ലക്കാ, അവർക്ക് വെച്ച് വിളമ്പാൻ എനിക്ക് പറ്റില്ല. അതുപോലെ ഈ കണ്ണി കണ്ട കടലിൽ പോയി മീൻ പിടിക്കണവരൊക്കെ കൊണ്ടുവന്ന് എന്റെ ഉമ്മയുടെയും മാപ്പയുടെ ഒപ്പിരുത്തി ഞാൻ നോമ്പ് ഉറപ്പിക്കണം. കണ്ണി കണ്ടോരാ, അവൻ എന്റെ കൂടപ്പിറപ്പാ, എന്റെ കൂടപ്പിറപ്പ്. ഇക്ക എന്നോട് ഒരു വാക്ക് പറഞ്ഞു അവരെ വിളിക്കുന്നതിന് മുമ്പ്. അല്ല, ഇനി പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ സമ്മതിക്കില്ല. അയ്യപ്പാ, അവൻ കേൾക്കും. കേട്ടോട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്നോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ അവരെ വിളിച്ചു വരുത്തിയത്, അല്ലല്ലോ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അനിയനും മോനെയും കൂട്ടിയിട്ട് നിങ്ങൾ നോമ്പ് തുറക്ക്. ഞാൻ എന്റെ വീട്ടുകാരെ കൂട്ടി കൊടുങ്ങല്ലൂർ എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിച്ച് ഞങ്ങൾ നോമ്പ് തുറന്നോളാം. കാര്യം ചെയ്തു വെച്ചേക്കണേ. കൊച്ചാപ്പ പോട്ടേട്ടാ. കൊച്ചാപ്പ പിന്നെ ഒരു ദിവസം വരാം. പിന്നെ ഒരു ദിവസം വരാം. മോളും പാപ്പിച്ചും കൂടി ഒരു ദിവസം കൊച്ചാപ്പാറ വീട്ടിലേക്ക് വാട്ടാ. നമുക്ക് അവിടെ നോക്കാം. ചപ്പോട്ടേട്ടാ. എടാ, നീ എവിടെ പോണു? ഞാൻ പോട്ടേക്കാ. നീ ഇങ്ങോട്ട് കയറി നോമ്പ് തുറന്നിട്ട് പോവാ. വേണ്ടേക്കാ, ഷായിനെ പറയണൊക്കെ ഞാൻ കേട്ട്. എടാ, അവളെന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു നീ വിചാരിച്ച് നീ നോമ്പ് തുറക്കാതെ പോവാ? നീ ആ മോനെയും കൊണ്ട് അകത്തേക്ക് വന്നേ. ഇല്ലേക്കാ, മോൻ പറഞ്ഞപ്പോ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ കടപ്പൊന്ന് നോമ്പ് തുറക്കണം. അതുകൊണ്ടാണ് ഞാൻ മോനെയും കൂടി പോകുന്നത്. നമ്മൾ രണ്ടുപേരും ജ്യേഷ്ഠനും രക്തങ്ങളാണ്. നമ്മൾ മാറൂല. പക്ഷെ വന്ന പെണ്ണുങ്ങൾ അങ്ങനല്ലേ. നമ്മുടെ വാപ്പ മരിച്ച വിഷമം ഞാൻ ഈ സെക്കൻഡ് വരെ അറിഞ്ഞിട്ടില്ല. അതിന് കാരണം എന്താണെന്നറിയിക്ക, എൻ്റെ ഒക്കെ ജീവിച്ചിരിക്കണുണ്ട്. കണ്ടിട്ട് നോമ്പ് തുറക്കണമെന്നുള്ളത് മോൻ്റെ മാത്രമല്ല, എൻ്റെ കൂടി ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് മോൻ കിടന്ന് കരഞ്ഞപ്പോൾ ഞാൻ ഇക്കൊക്കെ ഫോൺ ചെയ്തു. ഇക്ക മോളെയും കൂട്ടി ഒരു ദിവസം വീട്ടിൽ പോയി നമുക്ക് അവിടെ ഒരുമിച്ച് നോമ്പ് തുറക്കാം. ഞാൻ പോയിക്കോ, മോളെയും കൂട്ടി വായിപ്പിക്കാം. തുമ്പി, വാങ്ങൊടുക്കാൻ നേരെ വിളക്കത്തിക്കാൻ നോക്ക്. ബാങ്ക് കൊടുക്കാം. മോനെ, നമുക്ക് ഈ വീട്ടിൽ കയറി ഇത്തിരി വെള്ളം കുടിച്ചിട്ട് പള്ളിയിൽ പോകട്ടാ.
ദീപം 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 ദീപം. മോളെ 2 ഗ്ലാസ് വെള്ളം തരൂ. അമ്മേ, എന്താ മോളെ? നീ ചേട്ടന് വെള്ളം കൊടുക്കണ്ട. അതെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നോമ്പാണേ. ബാങ്ക് കൊടുത്തപ്പോ തന്നെ നോമ്പ് തുറക്കണമെന്നാണ്. അപ്പൊ 2 ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും നോമ്പ് തുറക്കേ. അതിനെന്താണ്? വരും, അകത്തോട്ട് വരും, തരാം. ബാ, അകത്തോട്ട് വരും, അത് കുഴപ്പമില്ല. ബാ, അകത്തോട്ട് വരും. ഇല്ല, അത് കുഴപ്പമില്ല. എന്താണ്? ചേട്ടാ, അവർക്ക് നോയമ്പാണ്, നോമ്പ് തുറക്കാൻ വെള്ളം കൊടുക്കാൻ. ബാ, കേറി വാ. ബാ, നീ കേറി വാ. മാമനെ കേറി വാ, നീ കേറി വാ. ബാ, വെള്ളം കുടിക്കാം. ബാ, ഇങ്ങ് വാ, വാ നീ. ഓ, മനുഷ്യല്ലേ എന്തത്? ബാ, ബാ, കേറി വാ, അങ്ങോട്ട് കേറി വാ. അത് കുഴപ്പമില്ല ഏട്ടാ. കേറി വാ നീ. ബാ, അങ്ങോട്ട് വാ, കേറിക്കാം. ബാ, 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 ഇരിക്ക്. സുമേ, 2 ഗ്ലാസ് വെള്ളം കളിക്ക്. പൊന്നു ചേട്ടാ, വെള്ളം കലക്കണ്ട. 2 ഗ്ലാസ് പച്ചവെള്ളം കിട്ടി. ആ, എന്നാ 2 ഗ്ലാസ് പച്ചവെള്ളം എടുത്തേ. ആയി, അടിപൊളി വെപ്പയാണല്ല. ഇതാര് വാങ്ങിച്ചെന്തത്? പാപ്പ. ആ, അടിപൊളി കേട്ടാ. മോന്റെ പേരെന്താണ്? ആഹാ, അടിപൊളി പേരാണല്ലോ. ചേട്ടാ, അവർക്ക് ചായ കൊടുക്കണ്ടല്ലോ. എന്താണുള്ളത്? തുമ്പിക്കൊണ്ടുവന്ന സമൂസ ഇരിക്കുന്നുണ്ട്, പിന്നെ പഴം ഇരിക്കുന്നു. ആ, എടുക്ക്, പഴം എടുക്ക്. അത് മാത്രം മതിയാ? വേറെ എന്താണുള്ളത്? അതെ, ഉച്ചക്കലത്തെ ഇറച്ചിക്കറി ഉണ്ട്, എന്തെങ്കിലും പോയി വാങ്ങിക്കണേ നമുക്ക് അവർക്ക് കൊടുക്കാമായിരുന്നു. ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് പൊറോട്ടയും ചപ്പാത്തി മേടിച്ചിട്ട് വരാം. വേഗം പോയിട്ടും വാ. ഞാൻ ഇപ്പോഴേക്ക് ആ ഇറച്ചിക്കറി ചൂടാക്കി ഞാൻ ഇവർക്ക് കൊടുത്തിട്ട് പോകാം കേട്ടാ. അതെ, നിങ്ങൾ രണ്ടുപേരോട് കഴിച്ചിട്ടിരിക്കെ ഞാൻ ഇപ്പൊ വേഗം വരാം കേട്ടാ. ഒരു 5 മിനിറ്റ് കേട്ടാ, 5 മിനിറ്റ് വേഗം വരാം. എവിടെ പോണു ചേട്ടൻ? എവിടെ പോണു ചേട്ടാ? ഞാനിപ്പോ വരാം, ഇരിക്കുക. ഇല്ല, എനിക്ക് മനസ്സിലായി ചേട്ടൻ എവിടെ പോകുന്നു. എനിക്ക് മനസ്സിലായി. ഒന്നും വേണ്ട ചേട്ടാ, ഒന്നും വാങ്ങിക്കാൻ പോകണം. ഇത് തന്നെ ഒരുപാട് സന്തോഷമായി. അതൊക്കെ ഞാൻ കുറച്ച് ഇറച്ചിക്കറി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കൊച്ചിന് എന്തെങ്കിലും പൊറോട്ട എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട ചേട്ടാ, ഒന്നും വേണ്ട. 2 ഗ്ലാസ് വെള്ളം ആഗ്രഹിച്ചു വന്ന ഇവിടേക്ക് ഞങ്ങൾക്ക് അതിൽ കൂടുതൽ ഇവിടുന്ന് തന്നു. പ്രത്യേകിച്ച് ചേട്ടൻ്റെ കുടുംബക്കാരുടെ സ്നേഹം ഒരുപാട് സന്തോഷമായി ചേട്ടാ. മറക്കൂല ഒരിക്കലും. അപ്പോഴേ ഇതുവഴി പോകുമ്പോ ഇനി കയറുക. ഇത് നമ്മുടെയും കൂടി വീടാണ്. മതങ്ങൾ തമ്മിലല്ലല്ലോ, മനുഷ്യന്മാർ തമ്മിലല്ലേ സ്നേഹിക്കണ്ടേ. നിങ്ങളിപ്പോ 2 ഗ്ലാസ് വെള്ളം കുടിച്ചതിന്റെ സന്തോഷം പറഞ്ഞില്ലേ, അതിന്റെയൊക്കെ പുണ്യം ഞങ്ങൾക്കും കിട്ടൂടോ.